കെപിസിസി അധ്യക്ഷ പദവിയിൽ നേതാക്കളുടെ വടംവലി അതൃപ്തി പരസ്യമാക്കി യുഡിഎഫ് കൺവീനർ അടൂർ പ്രകാശ് രംഗത്തെത്തി. പരിഗണിക്കേണ്ട ഘട്ടത്തിൽ തന്നെ പരിഗണിച്ചില്ല. ഇപ്പോൾ പരിഗണിച്ചാൽ സന്തോഷമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. അതേസമയം തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡ് എന്നായിരുന്നു എ.പി. അനിൽകുമാറിന്റെ പ്രതികരണം. എന്നാൽ ഒരാൾക്ക് ഒരു പദവി മാനദണ്ഡം ഒഴിവാക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം നേതാക്കൾ ഹൈക്കമാൻഡിനെ സമീപിച്ചു. പുതിയ കെപിസിസി അധ്യക്ഷനെ ഉടൻ തീരുമാനിക്കണമെന്നാണ് ഭൂരിഭാഗം നേതാക്കളുടെയും അഭിപ്രായം. പക്ഷേ പദവി പ്രതീക്ഷിച്ച് അരഡസൻ നേതാക്കൾ രംഗത്തുണ്ട്. കൂടാതെ ഒരാൾക്ക് ഒരു പദവി എന്ന മാനദണ്ഡം ഒഴിവാക്കണമെന്ന ആവശ്യവും ഉയരുന്നു. ദീപദാസ് മുൻഷിയോട് നേതാക്കൾ ഈ അഭിപ്രായം അറിയിച്ചു. അതേസമയം പലതവണ അവഗണിച്ചതിൽ യുഡിഎഫ് കൺവീനർ അടൂർ പ്രകാശ് അതൃപ്തി പരസ്യമാക്കി. ഞാൻ ഒരു റേസിലുമില്ല, എന്നെ പരിഗണിക്കുന്നു എങ്കിൽ 100% അതിനകത്ത് സന്തോഷം മാത്രമാണുള്ളത്. അത് പരിഗണിക്കേണ്ട സമയത്ത് പരിഗണിച്ചില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എങ്കിലും അതിനവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി നിറവേറ്റുന്നതാണ്. ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി നിറവേറ്റുവാൻ 100% ഞാൻ കടമപ്പെട്ടവനാണ്, ഉത്തരവാദിത്വപ്പെട്ടവനാണ്. ഏതായാലും വലിയ കാലതാമസമില്ലാതെ അത്തരം കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഹൈക്കമാൻഡ് ആണ് എന്ന് വർക്കിംഗ് പ്രസിഡന്റ് എ.പി. അനിൽകുമാറും പറഞ്ഞു. എന്ത് മാനദണ്ഡം വേണം, എന്ത് മാനദണ്ഡം വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് AICC ആണ്. അത് AICCക്ക് വിടുക എന്നുള്ളതാണ്. AICC അത് ആലോചിച്ച് തീരുമാനിക്കും ആര് വേണം ആര് വേണ്ട എന്നുള്ളത്. പുതിയ അധ്യക്ഷനെ തീരുമാനിക്കാൻ സമയം നിശ്ചയിച്ചിട്ടില്ല എന്നായിരുന്നു നിലവിലെ പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ മറുപടി. KPCC പ്രസിഡന്റ് നിയമനം പ്രതീക്ഷിക്കാം. കൊടുക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ, ആന്റോ ആന്റണി, ഷാഫി പറമ്പിൽ, ജോസഫ് വാഴക്കൻ, KC ജോസഫ്, VS ശിവകുമാർ, മാത്യു കുഴനാടൻ എന്നിവരാണ് പദവി ലക്ഷ്യമിട്ട് മുന്നിലുള്ളത്. കൂടാതെ MK രാഘവനും രാജ്മോഹൻ ഉണ്ണിത്താനും അധ്യക്ഷ പദവിയിലെത്താൻ ആഗ്രഹിക്കുന്നവരാണ്. അഭിപ്രായ സമന്വയത്തിനായി കേരളത്തിലെത്തിയ AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം തുടരുകയാണ്. രാഹുൽ ഗാന്ധി ഈ മാസം 10-ന് വിദേശയാത്ര കഴിഞ്ഞ് ദില്ലിയിൽ തിരിച്ചെത്തും. ഇതിനുശേഷമേ ദില്ലിയിലെ ചർച്ചകൾ ആരംഭിക്കൂ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.